ഹൃദ്രോഗം സർവ്വസാധാരണവും കൂടുതൽ അപകടകാരിയുമായ ആധുനിക കാലത്ത് ഈ ചികിത്സാ ശാഖയിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് അന്വേഷിക്കാം. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമാക്കുന്നതിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ കെ ശിവപ്രസാദും കാർഡിയാക് തൊറാസിക് സർജൻ ഡോക്ടർ VR രാജശേഖരനും ഇന്ന് നമ്മോടൊപ്പമുണ്ട്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. നമുക്ക് ഹൃദ്രോഗ വിദഗ്ധനോട് തന്നെ ചോദിച്ചു തുടങ്ങാം. ഇന്ന് ആരോഗ്യ സാക്ഷരതാ നിരക്ക് കൂടി വരുന്നുണ്ടെങ്കിലും ഹൃദ്രോഗികളുടെ എണ്ണവും രോഗനിരക്കും വളരെ വർദ്ധിച്ചു വരുന്നതായാണ് കാണുന്നത്. ഇന്നത്തെ തിരക്കേറിയ ജീവിതം തന്നെയാണോ ഇതിനുള്ള കാരണം? തിരക്കേറിയ ജീവിതശൈലി തന്നെയാണ് തീർച്ചയായും ഇത്തരം രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത്. തിരക്കേറിയ ജീവിതശൈലി എന്ന് നമ്മൾ ഒറ്റ വാക്കിൽ പറയുമ്പോൾ അതിൽ ഒരുപാട് ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ്. തിരക്കേറിയ ജീവിതം എന്ന് പറയുമ്പോൾ ഹൃദയത്തിനെ സംരക്ഷിക്കാൻ പോലും മെനക്കെടാതെ തിരക്കിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന് വേണം കരുതാൻ. അതായത് കൃത്യമായ വ്യായാമം ഇല്ലായിരിക്കുക, ആഹാര ക്രമീകരണം, ആരോഗ്യമുള്ള ഭക്ഷണമല്ലാതെ കിട്ടുന്നത് കഴിക്കുക. അതായത് ഫാസ്റ്റ് ഫുഡ് സംസ്കാരം നമ്മളവിടെ വളരെ പ്രചാരത്തിലുണ്ട്. അങ്ങനെ അനഭക്ഷണീയമായ ആഹാര സാധനങ്ങൾ കഴിക്കുക. അതുവഴി നമുക്ക് രക്തസമ്മർദ്ദം, ഡയബറ്റിസ്, കൊളസ്ട്രോൾ അങ്ങനെയുള്ള അപാകതകൾ ശരീരത്തിലുണ്ടാവുക. ഇവയൊക്കെയാണ് തിരക്കേറിയ വ്യക്തിക്ക് ഹൃദ്രോഗത്തിൽ വഴി തെളിക്കുന്ന ഘടകങ്ങൾ. തിരക്കേറിയ ജീവിതശൈലിയിൽ പോലും നമ്മൾ അച്ചടക്കത്തോടെ ജീവിക്കുകയാണെങ്കിൽ, അതായത് ആഹാരത്തിൽ ക്രമീകരിക്കുക, കൃത്യമായിട്ട് രക്തസമ്മർദ്ദം പരിശോധിക്കുക, ഷുഗറിൻ്റെ അസുഖമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുക, പ്രമേഹ രോഗമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുക, നമ്മുടെ കുറച്ചെങ്കിലും വ്യായാമം ഹൃദയത്തിനു വേണ്ടി ശരീരത്തിന് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ ഈ തിരക്കേറിയ ജീവിതശൈലിയിൽ വരാവുന്ന ഹൃദ്രോഗത്തിന് നമുക്ക് തടയാനാകും. ഏതൊക്കെ ഘടകങ്ങളാണ് നമ്മെ ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്നത്? പ്രധാനമായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഹൃദ്രോഗത്തിലെ വഴി തെളിക്കുന്നത് കൃത്യമായി വ്യായാമം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഹൃദ്രോഗ നിരക്ക് കുറവായിരിക്കും. അതേസമയം വ്യായാമമില്ലാതെ പൊണ്ണത്തടിയന്മാരായിട്ട് വരുന്ന ആൾക്കാർക്ക് ഹൃദ്രോഗ നിരക്ക് പൊതുവെ കൂടുതലായിട്ടാണ് കാണുന്നത്. മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് പ്രമേഹ രോഗം വളരെ അധികം ഒരു പ്രതിസന്ധിയിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്ന ഒരു രോഗമായി, ഭീഷണിയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. പ്രമേഹ രോഗമുണ്ട് എന്നൊരു വ്യക്തി കണ്ടുപിടിക്കപ്പെട്ടാൽ ആ വ്യക്തിക്ക് ഹൃദ്രോഗമുള്ളതായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. രക്തസമ്മർദ്ദം, അമിതമായ പുകവലി, പിന്നെ വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ജീവിത പ്രശ്നങ്ങളിൽ കിടന്ന് ഉഴലുന്ന ആൾ, അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ഹൃദ്രോഗം സാധാരണയായി കണ്ടുവരുന്നത്. ഹൃദ്രോഗികൾക്ക് ഏത് ഘട്ടത്തിലാണ് ഹൃദയ ശസ്ത്രക്രിയ ആവശ്യമായി വരുന്നത്? ഈ ഹൃദ്രോഗികളെ നമുക്ക് മൂന്നായി തരംതിരിക്കാം. ആൻജിയോഗ്രാം കഴിയുമ്പോഴാണ് നമ്മൾ ഹൃദ്രോഗികളെ മരുന്ന് മാത്രം ചികിത്സിക്കാമോ, അതോ സർജറി വേണോ, അതോ ഇനി ആൻജിയോപ്ലാസ്റ്റി വെച്ച് ചികിത്സിക്കാൻ പറ്റുമോ ഒന്ന് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒരു ഗ്രൂപ്പ് ആൾക്കാരെ മരുന്ന് കൊണ്ട് ചികിത്സിക്കാൻ പറ്റും. അത് ഏകദേശം 50-60% വരെ ബ്ലോക്കുകളുള്ള ആൾക്കാർക്ക് മരുന്ന് മാത്രം വെച്ച് ചികിത്സിക്കാൻ പറ്റും. അതേസമയം ഇപ്പോൾ 60-70% കൂടുതൽ ബ്ലോക്കുകളുള്ളവരെ അതിൽ 1-2 ചിലപ്പോൾ 3 ബ്ലോക്ക് വരെ ഉള്ള ബ്ലോക്കുകൾ ചിലപ്പോൾ ആൻജിയോപ്ലാസ്റ്റി വെച്ച് ചികിത്സിക്കാൻ പറ്റുമായിരിക്കും. 3-ലധികം ബ്ലോക്കുകളുള്ള രോഗികൾക്കും ഈ പ്രധാനമായ ലെഫ്റ്റ് മെയിൻ കൊറോണറി ആർട്ടറി എന്ന് പറയുന്ന പ്രധാന രക്തക്കുഴലിലെ ബ്ലോക്ക് വരുന്നവർക്കും, പിന്നെ വേറെ അപൂർവം ചില ആൻജിയോപ്ലാസ്റ്റി ഫെയിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്കും സർജറിയുടെ ആവശ്യം വരാറുണ്ട്. വ്യായാമം ഹൃദ്രോഗത്തിന് എത്രമാത്രം ചെറുക്കുന്നുണ്ട്? പൂർണ്ണമായും ഹൃദ്രോഗത്തിനെ നമുക്ക് വ്യായാമം കൊണ്ട് തടഞ്ഞു നിർത്തി ഹൃദ്രോഗമില്ലാത്തൊരു സമൂഹത്തിനെ വാർക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതൊരു പക്ഷേ സാധിക്കില്ല. പക്ഷേ ഹൃദ്രോഗം ഇപ്പോഴുള്ള അളവിൽ നിന്നും വളരെ നല്ല രീതിയിൽ നിയന്ത്രിച്ചു കൊണ്ടുവരാൻ വ്യായാമത്തിന് തീർച്ചയായിട്ടും ഒരു പ്രധാന പങ്കുണ്ട്. അത് കൃത്യമായി ചെയ്യുന്ന വ്യായാമമുറ ഹൃദയാരോഗ്യത്തിന് തീർച്ചയായിട്ടും നല്ല രീതിയിൽ കൊണ്ടുവരും. സാധാരണ രക്തക്കുഴലുകളുടെ തടസ്സമാണ് ഹൃദ്രോഗത്തിന് കാരണമാണ് എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നത്. പക്ഷേ മറ്റെന്തെല്ലാം കാരണങ്ങൾ ഹൃദ്രോഗത്തിനെ ബാധിക്കാറുണ്ട്? അതായത് ഹൃദ്രോഗം എന്ന് നമ്മൾ പൊതുവെ വീക്ഷിക്കുമ്പോൾ എല്ലാവരും ഒരു ഹാർട്ട് അറ്റാക്ക് എന്നുള്ളതാണ് മനസ്സിൽ വരുന്നത്. പക്ഷേ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഹൃദ്രോഗങ്ങളാണെങ്കിൽ, ഒരു വലിയ സംഖ്യ ഹൃദ്രോഗത്തിന് ഹാർട്ട് അറ്റാക്ക് മുഖേന അല്ലെങ്കിൽ ഹൃദയധമനികളുടെ അടവ് മുഖേനയാണ് വരുന്നത്. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ഹൃദയത്തിനെ സംബന്ധിച്ചുള്ള രോഗങ്ങൾ വരുമ്പോൾ ധമനികൾക്ക് പുറമെ വാൽവുകളിലെ രോഗങ്ങൾ ഹൃദ്രോഗങ്ങൾ തന്നെയാണ്.
ഹൃദയത്തിൻ്റെ മസിലുകൾക്ക് വരുന്ന രോഗങ്ങൾ ഹൃദ്രോഗം തന്നെയാണ്. ഹൃദയത്തിൻ്റെ ആവരണത്തിന് പെരിക്കാർഡിയത്തിൽ വരുന്ന രോഗം ഹൃദ്രോഗം തന്നെയാണ്. ഇതിലെ പല രോഗങ്ങൾക്കും മരുന്ന് ചികിത്സയ്ക്ക് പുറമേ ശസ്ത്രക്രിയയുടെ ആവശ്യം തീർച്ചയായും വേണ്ടി വരുന്ന സന്ദർഭങ്ങളും ഉണ്ടാവും. ഡോക്ടർ രാജശേഖരൻ അതിനെക്കുറിച്ച് പറയാനുണ്ടാവും. ഹൃദ്രോഗത്തിൽ ശസ്ത്രക്രിയയുടെ പങ്ക് തന്നെ ഒരു വലിയ ഭാഗം തന്നെയുണ്ട്. ഈ പറഞ്ഞ പോലെ പ്രധാനമായിട്ടും ഈ ശസ്ത്രക്രിയ വേണ്ടി വരുന്ന രോഗങ്ങൾ ഈ ഹൃദയധമനികളുടെ ബ്ലോക്കുകൾ തന്നെയാണ്. വാൽവുകളുടെ തകരാറ്, വാൽവുകൾ ചുരുങ്ങുക, അതിൽ ലീക്ക് വരിക, അയോർട്ടയുടെ ബലൂൺ പോലെ വീർത്ത് വരിക, അന്യൂറിസംസ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ പല പിന്നെ കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് ആയിട്ടുള്ള ജന്മനാ ഉള്ള ഹൃദയ അറകളുടെ ഇടയിലുള്ള ഹോൾസ് വരിക, അധികം അറകൾ ഉണ്ടാവുക, അഡീഷണൽ പാർട്ടീഷൻസ് ഇതിനകത്ത് വരിക. അപ്പോൾ ഇങ്ങനെ ഈ ഹാർട്ടിനകത്ത് തന്നെ മൾട്ടിപ്പിൾ ഡിഫക്ട്സ്, ഇപ്പോൾ ടെട്രോളജി ഓഫ് ഫാലോ എന്ന് പറയുന്നതിൽ 4 ഡിഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കൺജനിറ്റൽ ഡിഫക്ട്സ് എല്ലാം സർജറി വഴിയാണ് പ്രധാനമായും ചികിത്സിക്കുന്നത്. സാധാരണക്കാർക്ക് ചിലപ്പോൾ 40 വയസ്സ് കഴിയുമ്പോഴെല്ലാം ചെറുതായിട്ട് നെഞ്ചുവേദന അനുഭവപ്പെടാറുണ്ട്. അത് എങ്ങനെയാണ് അതൊരു ഹൃദ്രോഗമാണോ എന്ന് നമ്മൾ അറിയുന്നത്? 40-45 വയസ്സായ ഒരു പുരുഷന് നെഞ്ചുവേദന വരുമ്പോൾ ഹൃദ്രോഗമാണോ, ഹൃദ്രോഗബാധയുണ്ടോ എന്നറിയേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഈ രോഗി ആദ്യമായും തീർച്ചയായും ചെയ്യേണ്ടത് ഒരു ഫിസിഷ്യൻ ഡോക്ടറെ സമീപിച്ച് ദേഹപരിശോധന നടത്തി അദ്ദേഹത്തിന് ഹൃദ്രോഗം വരാൻ സാധ്യതയുള്ള അപായ സൂചനകൾ, അതായത് ഡയബറ്റിക് ആണോ, പ്രമേഹ രോഗമുണ്ടോ, രക്തസമ്മർദ്ദമുണ്ടോ അമിതമായിട്ട്, കൊളസ്ട്രോൾ കൂടുതലാണോ, ശരീരത്തിന് തടി വളരെ കൂടുതലാണോ, അതൊക്കെ അറിയുക. ഇന്നലെ വരെ ഒരു പ്രശ്നവുമില്ലായിരുന്ന ഒരു രോഗി ഇന്ന് ചെയ്യുമ്പോൾ ഇന്നലെ ചെയ്തുകൊണ്ടിരുന്ന അതേ ജോലി ഇന്ന് ചെയ്യുന്ന സമയത്ത് കുറച്ച് കഠിനമായിട്ട് അധ്വാനിക്കുന്ന സമയത്ത് നെഞ്ചിൻ്റെ മധ്യഭാഗത്തായിട്ട് വേദന വരികയോ, കഴപ്പ് വരികയോ, നീറ്റൽ വരികയോ, കഴുത്തിലേക്ക് വ്യാപിക്കുക, താടിയലിലേക്ക് വ്യാപിക്കുക, ചിലപ്പോൾ ഒരു നീറ്റൽ പോലെ അല്ലെങ്കിൽ വേദന പോലെ അല്ലെങ്കിൽ എന്തോ ഒരു വെയിറ്റ് എടുത്ത് വെച്ച മാതിരി ഒരു തോന്നൽ, കയ്യിലേക്ക് വ്യാപിക്കുക, ഇടത് കൈയിലോ വലത് കൈയിലേക്കോ വ്യാപിക്കുക, തോളിലേക്ക് വ്യാപിക്കുക, അത് കുറച്ച് നേരം വിശ്രമിക്കുമ്പോൾ അതങ്ങ് മാറുന്നു. അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൃദ്രോഗ സാധ്യത തന്നെയാണോ എന്ന് രോഗി തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ വിലയിരുത്തി കഴിഞ്ഞാൽ തുടർന്ന് അങ്ങോട്ടുള്ള ഓരോ ഈ രോഗനിർണയത്തിനുള്ള ചികിത്സാ വിധികൾ തേടേണ്ടതാണ്. തീർച്ചപ്പെടുത്തണമെങ്കിൽ അതിന് പ്രധാനപ്പെട്ട നമ്മൾ നിർണ്ണയിക്കേണ്ട ടെസ്റ്റ് ആൻജിയോഗ്രാം ടെസ്റ്റ് തന്നെയാണ്. എല്ലാ രോഗികളും ഹൃദ്രോഗിയാണോ എന്ന് സംശയം തോന്നിയാൽ എല്ലാ രോഗികളും ആൻജിയോഗ്രാം എടുക്കേണ്ട ആവശ്യമില്ല. ആൻജിയോഗ്രാമിന് അതിൻ്റേതായ ചില ലിമിറ്റ്സ് നമ്മൾ എത്തണം. അതായത് രോഗിക്ക് വിട്ടുമാറാത്ത നെഞ്ചുവേദനയുണ്ട്, മരുന്ന് കഴിച്ചിട്ടും അതിന് റിലീഫ് കിട്ടുന്നില്ല, ഈ വേദന ECGയിൽ ചെറിയ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ എക്സസൈസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ വ്യതിയാനങ്ങൾ കാണുന്നു, മരുന്ന് കൊണ്ട് നിയന്ത്രിക്കാനാവുന്നില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ രോഗിക്ക് തീർച്ചയായിട്ടും ആൻജിയോഗ്രാമിൻ്റെ ആവശ്യം വരും. ആൻജിയോഗ്രാം എടുക്കുമ്പോൾ രക്തക്കുഴലിൻ്റെ പടം നമുക്കറിയാൻ പറ്റും. ഈ രക്തക്കുഴലിൻ്റെ പടം ഇതിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ, അതിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് നമുക്കറിയാനൊക്കും. ഈ തടസ്സങ്ങളെ നമുക്ക് 50% താഴെയുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ 50% മുകളിലുള്ള തടസ്സങ്ങൾ പറയും. ഞങ്ങൾ പലപ്പോഴും നിസ്സാരം എന്ന് കണക്കാക്കുന്നതാണ് 50-ന് താഴെയുള്ള തടസ്സങ്ങളെങ്കിലും അവയും പ്രധാനമാണ്. മരുന്ന് ചികിത്സ തീർച്ചയായും അർഹിക്കുന്നവയാണ് ഇവ പലപ്പോഴും അപകടകാരികളായിട്ട് മാറാൻ വലിയ താമസമൊന്നും വേണ്ട. അതുകൊണ്ട് 50% താഴെ അടവും തീർച്ചയായും ചികിത്സിക്കണം. പക്ഷേ കൂടുതൽ തടവ്, അത് 70%-ലേറെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ചികിത്സാവിധി തേടണം. ഈ തടസ്സം മാറ്റിക്കൊടുക്കണം. അതിന് 2 ഉപാധികളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്ന് ഓപ്പറേഷൻ മുഖേന അല്ലാതെയുള്ള ചികിത്സാ രീതി, അതിനെയാണ് ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ബലൂൺ മുഖേന ആ ബ്ലോക്ക് മാറ്റിയിട്ട് അവിടെ സ്ഥിരമായ ഒരു സംവിധാനമായ സ്റ്റെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് ഘടിപ്പിക്കുന്നത്. ഹൃദ്രോഗം തടയേണ്ട സാഹചര്യമാണ് നാം ഒരുക്കേണ്ടത്. അതിനനുസരിച്ച് വ്യായാമ രീതിയും ആഹാരക്രമവും നാം ക്രമീകരിക്കേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം നന്നായി വിശദമാക്കി തന്ന ഇരുവർക്കും നന്ദി. നമസ്കാരം ഡോക്ടർ. നമസ്കാരം.